സിമ്പിൾ മലയാളം തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ പഴയ വീഡിയോ ആണ്. ഇപ്പോഴിപ്പോഴൊക്കെ കുറച്ച് സമയം കിട്ടുന്നത്, അപ്പോൾ കിട്ടുമ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 മാസം മുന്നേ ഉള്ളത്. കുഞ്ഞിൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരാഴ്ചയിൽ നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ് നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഡിസംബർ 15, 16, 17 ആ ദിവസങ്ങളിലൊക്കെ ആയിരുന്നു ഇവിടെ പെയിൻറ്റിങ് നടന്നത്. 19-ാം തീയതി ആയിരുന്നല്ലോ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ആ സമയത്ത് തകൃതിയായിട്ട് പെയിൻറ്റിങ് നടക്കുമായിരുന്നു. മുഴുവൻ വീട് പെയിൻ്റ് അടിക്കുന്നില്ലായിരുന്നു. മതിലും പിന്നെ വീടിൻ്റെ ആ കൂരയൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ മഴയും മഞ്ഞൊക്കെ വെയിലൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പായൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം ഒന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നത്തെ ദിവസത്തെ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഈ പാലപ്പവും പിന്നെ നട്ട്സിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ കുടു വന്നിവിടെ മേശയ്ക്കടിയിൽ ഒരാൾ ഇരിപ്പുണ്ടല്ലോ, ആൾക്ക് വേണ്ടിയിട്ട് കൂട്ടിരിക്കുമായിരുന്നു. ഇവർ രണ്ടും പണ്ടേ ബദ്ധശത്രുക്കളാണ്, പക്ഷേ എപ്പോഴും കുടു ആ പൂച്ചയുടെ പുറകെ കാണും. പിന്നെ ചിക്കു ഉണ്ടായിരുന്നു, അവൻ എൻഗേജ്മെൻറ്റിനും 2 ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ നമ്മുടെ വീട് ചുറ്റും പുല്ലൊക്കെ ചെത്താൻ വേണ്ടി നമ്മുടെ അപ്പുറത്തെ അപ്പച്ചനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പച്ചൻ അവിടെ പുല്ലി എത്തുന്നുണ്ടായിരുന്നു. തകൃതിയായിട്ട് പരിപാടികൾ നടക്കുമായിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കുഞ്ഞ് പാവയ്ക്ക ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പം ചിക്കു വന്നിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു, സഹായിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവനെ വിട്ട് ചിക്കൻ വാങ്ങിപ്പിച്ചായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതിനും അവൻ സഹായിച്ചു. പാവം, അത് നമ്മൾ അടുക്കളയിൽ കയറി എന്ത് ചെയ്യുന്ന കണ്ടാലും വെറുതെ ഇരിക്കത്തില്ല, ഓടി വന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും. അങ്ങനെ പിന്നെ അവനിങ്ങനെ അടങ്ങിയിരിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൻ പുറത്തിറങ്ങി ചെടിയൊക്കെ നട്ട് വെക്കുന്ന പരിപാടിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പെയിൻറ്റിങ് ഏകദേശം എല്ലാം ഇതെനിക്കൊന്ന് 3 ദിവസം എടുത്തെന്ന് തോന്നുന്നു പെയിൻ്റ് അടിക്കാൻ. അപ്പോൾ അതിങ്ങനെ താഴെ വരെ മതിലൊക്കെ അങ്ങനെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉള്ളത് ഗേറ്റ് പെയിൻ്റ് അടിക്കണം. പിന്നെ ഗേറ്റിൻ്റെ ആ സൈഡ് വോൾ ഉണ്ടല്ലോ, അത് എന്തോ ടെക്സ്ചർ വർക്ക് കണ്ട് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അപ്പച്ചൻ വൈകിട്ടായപ്പോഴത്തേക്കും പുല്ലൊക്കെ ചെത്തി അടിപൊളിയാക്കി തന്നു. ഇവൻ ആകെ സങ്കടമായി. ഇവിടെ പണി നടക്കുന്നുണ്ട്, കുടുവിന് പുറത്തിറങ്ങാനേ പറ്റുന്നില്ല. എപ്പോഴും ഗേറ്റൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കുന്നതുകൊണ്ട് ഇവനെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇവനങ്ങ് പോവും. പിന്നെ നമ്മൾ ഇവൻ്റെ പുറകെ ഓടേണ്ടിയോണ്ട് ഞങ്ങൾ പിടിച്ചവനെ കൂട്ടി തന്നെ ഇട്ടേക്കുമായിരുന്നു. പാവത്തിന് അതുകൊണ്ട് 2-3 ദിവസം ബന്ധനമായിരുന്നു. ഇത് പിന്നെ രാത്രിയിലത്തേക്കുള്ള എന്തൊക്കെയോ ഉണ്ടാക്കൽ പരിപാടികളൊക്കെയാണ്. അപ്പോൾ അവിടെയും ചിക്കുവിൻ്റെ സാന്നിധ്യമുണ്ട്. പിന്നെ ഇത് പിന്നെ പിറ്റത്തെ ദിവസത്തെയാണ്. പിറ്റത്തെ ദിവസം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു, ഉച്ച കഴിഞ്ഞാന്ന് തോന്നുന്നു. ഇതൊരു ആന്തൂറിയം അവിടെ ഇരുന്നതാണ്. അപ്പോൾ അത് ഈ മോപ്പിൻ്റെ ബക്കറ്റാണ്. അത് വെറുതെ കളയണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചാൽ അത് അതിനകത്തെടുത്ത് നട്ട് വെക്കാം, നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ അതെടുത്ത് അതിനകത്ത് വെച്ചു. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വെച്ചത്. ഇത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ കേട്ടോ, ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് എടുത്താൽ. കാരണം ആ പൂവൊക്കെ കരിഞ്ഞു പോയ പൂ കുറേ നാൾ നിന്നു. ആ വെയിൽ വന്ന സമയത്ത് ഒത്തിരി ചെടികൾ കരിഞ്ഞു പോയായിരുന്നു. ഇത് പിന്നെ ചിക്കു വന്നപ്പോൾ അവള് നഖം വെട്ടിപ്പിക്കുന്ന കേട്ടോ. കല്യാണ പെണ്ണായതുകൊണ്ട് പിന്നെ പറഞ്ഞാൽ എന്തും ആരും ചെയ്തു കൊടുക്കുന്ന നമുക്കറിയാം. അതുകൊണ്ട് പിന്നെ അവൾ കിട്ടിയ അവസരം അങ്ങ് മുതലെടുത്ത്. നഖമൊന്നും ഇല്ല എന്നിട്ട് പോലും അവൾ ഇരുത്തി നഖമൊക്കെ വെട്ടിപ്പിക്കുന്നുണ്ട്. പാവം ചിക്കുൻ്റെ ഒരു അവസ്ഥകളെ. അങ്ങനെ ആ ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഗേറ്റിൻ്റെയും പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞ ടെക്സ്ചർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. ഒരു മെറൂൺ കളറും ഒരു ഗോൾഡൻ കളറും കൂടെ വന്നിട്ടുള്ള ഒരു നല്ല ഭംഗിയാണ് അത് കാണാൻ. ഇങ്ങനെ ഇത് ഗേറ്റിൻ്റെ വോളിൽ പെയിൻറ്റ് അടിച്ചിട്ടില്ലായിരുന്നു നമ്മൾ, വെറുതെ വൈറ്റ് വാഷ് ചെയ്തിട്ടേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇതുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഗേറ്റിനൊക്കെ ഒരു ഭംഗിയായി. ആദ്യം ഈ ഗേറ്റിന് ഈ പെയിൻ്റ് അടിക്കാൻ നേരത്ത് ഞങ്ങളെ പെയിൻ്റ് അടിച്ച ചതന്മാരോട് പറയുകയും ചെയ്തു, ഇത് ശരിയാവുമോ കൊള്ളാവോ എന്ന്. പക്ഷേ അടിച്ച് വന്നു കഴിഞ്ഞപ്പം നല്ല ഭംഗിയോ നല്ല വൃത്തിയായി. അങ്ങനെ ബോർഡറൊക്കെ ഗ്രേ കളർ കൊടുത്ത് പിന്നെ ആ ടെക്സ്ചർ വർക്ക് അടിപൊളി. അത് നമ്മൾ സൂം ചെയ്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടില്ലേ. അപ്പം അങ്ങനെ നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ്ങും പരിപാടിയൊക്കെ, വീടിൻ്റെ അല്ല മതിലിൻ്റെയും ഗേറ്റിൻ്റെയൊക്കെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഒരു 2-3 ദിവസം എടുത്തതേ ഉള്ളൂ, പെട്ടെന്ന് ചെയ്ത് തീർക്കുമായിരുന്നു. വീട് ഫുൾ ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലാക്കുകയാണല്ലോ, മുഴുവൻ പെയിൻറ്റ് അടിച്ചിട്ടില്ല. ആ ഒരു കൂരയും ഗേറ്റും, കൂരാന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ ഇങ്ങനെ ഒരു ഇത് വെച്ചിരുന്നാണ് ത്രികോണം പോലെ, അതേലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പായലാവും, അത്രയൊക്കെ അടിച്ചിട്ടുള്ളായിരുന്നു. പിന്നെ ഇത് രാത്രിയിൽ ചിക്കുവിൻ്റെ വക ഞങ്ങൾക്ക് ട്രീറ്റ് ഉണ്ടായിരുന്നു. ട്രീറ്റല്ല, അവൻ ഞങ്ങൾക്ക് ചുമ്മാ കുഴിമന്തി മേടിച്ചായിരുന്നു ഇവിടെ ഷേക്സ്പിയറിൽ പോയി മേടിച്ചിട്ട് വന്നു. പിന്നെ അവനൊരു ക്ലാസ് എടുപ്പായിരുന്നു. അവൻ കഴിച്ച ഫുഡുകളുടെ എല്ലാം ഒരു ക്ലാസ് എടുപ്പായിരുന്നു.
അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വീഡിയോ. താങ്ക്